സ്വർണം പണയം വെക്കാൻ പ്ലാൻ ഉണ്ടോ? റിസർവ് ബാങ്കിന്റെ പുതിയ സ്വർണ്ണ പണയ നിയമങ്ങൾ ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നിരിക്കുകയാണ്. വായ്പ എടുക്കുന്നതിലും തിരിച്ചടവിലും വലിയ മാറ്റങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. സ്വർണത്തിനുമേൽ എത്ര തുക വായ്പ അനുവദിക്കാമെന്ന് കണക്കാക്കുന്ന ലോൺ ടു വാല്യൂ റേഷ്യോ ഉയർത്തിയതായാണ് സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തീരുമാനം. നേരത്തെ 75% ലോൺ ടു വാല്യൂ റേഷ്യോ. ഇനി വായ്പാ തുക അനുസരിച്ച് മാറും. 2.50 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 85% ലോൺ ടു വാല്യൂ. അതായത് 1 ലക്ഷം രൂപയുടെ സ്വർണം പണയം വെച്ചാൽ 85,000 രൂപ ലഭിക്കും. 2.50 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് 80% ലോൺ ടു വാല്യൂ. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്കാണെങ്കിൽ 75% ലോൺ ടു വാല്യൂ അനുവദിക്കുക. 2.50 ലക്ഷം രൂപ വരെയുള്ള വായ്പയാണെങ്കിൽ ഇടപാടുകാരന്റെ തിരിച്ചടവ് ശേഷി പരിശോധിക്കുന്ന ക്രെഡിറ്റ് അപ്രൈസൽ ഉണ്ടാകില്ല. വായ്പ എടുക്കുന്നതിന് മുൻപ് ഇടപാടുകാരന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി വിലയിരുത്തിയാണ് ക്രെഡിറ്റ് അപ്രൈസൽ. ക്രെഡിറ്റ് സ്കോർ മോശമായതിനാൽ വായ്പ ലഭിക്കാതെ പോകുന്നവർക്ക് ഇത് വലിയ ആശ്വാസമാകും. വായ്പാ തുക എന്തിന് ഉപയോഗിക്കുന്നു എന്ന നിരീക്ഷണം മുൻഗണനാ വായ്പകളിൽ മാത്രമായി പരിഗണിക്കപ്പെടും. ഏതെങ്കിലും വ്യക്തി പരിധി കടന്ന് സ്ഥിരമായി സ്വർണ്ണ വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ കള്ളപ്പണം ഇടപാടല്ലെന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണം നടത്തും. ബുള്ളറ്റ് റീപേയ്മെന്റ് രീതിയുടെ കാലാവധി പരമാവധി 12 മാസമായി നിജപ്പെടുത്തി. വായ്പ എടുത്ത തുകയും പലിശയും കാലാവധിയുടെ അവസാനം ഒന്നിച്ച് അടച്ചു തീർക്കുന്നതാണ് ബുള്ളറ്റ് റീപേയ്മെന്റ് ലോണുകൾ. ഇവ പലിശയടച്ച് പുതുക്കുന്നതിന് തടസ്സമില്ല. സ്വർണ്ണപ്പണയ വായ്പകളിൽ കുടിശ്ശികയില്ലെങ്കിൽ മാത്രമേ പുതുക്കാൻ അനുവദിക്കുകയുള്ളൂ. EMI-യിലാണ് സ്വർണ്ണപ്പണയ വായ്പ എടുത്തതെങ്കിൽ 12 മാസത്തെ പരിധിയില്ല. പരമാവധി പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ പരിധി 1 കിലോഗ്രാം ആണ്. സ്വർണ്ണ നാണയമാണെങ്കിൽ 50 ഗ്രാം ഈടായി വായ്പ എടുക്കാം. വെള്ളി ആഭരണങ്ങളാണെങ്കിൽ 10 കിലോയോ വെള്ളി നാണയങ്ങൾ 500 ഗ്രാം വരെയും പണയം വയ്ക്കാം. തിരിച്ചടവിന് ശേഷം എളുപ്പത്തിൽ പണയവസ്തു തിരികെ ലഭിക്കും. വായ്പ അവസാനിക്കുന്ന ദിവസമോ 7 പ്രവൃത്തി ദിവസത്തിനുള്ളിലോ പണയവസ്തു തിരികെ നൽകണം. വൈകിയാൽ ഓരോ ദിവസത്തിനും ബാങ്ക് 5,000 രൂപ വീതം ഇടപാടുകാരന് പിഴ നൽകണം. സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് കൃത്യമായി അറിയിപ്പ് നൽകണം. പണയത്തിൽ ബാങ്ക് തീരുമാനിക്കുന്ന കരുതൽ വില വിപണി മൂല്യത്തിന്റെ 90% ആകണം. ലേലത്തിൽ നിന്നുള്ള റിക്കവറിക്ക് ശേഷം മിച്ചം വരുന്ന തുക 7 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇടപാടുകാരന് തിരികെ നൽകണം. വായ്പാ നിബന്ധനകളും മൂല്യനിർണ്ണയ വിശദാംശങ്ങളും പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കണം.